നിറവിലേക്ക് സ്വാഗതം. പ്രത്യാശയും ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ഉള്ളവരായിരിക്കുക. എന്തെന്നാൽ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കും. വിശുദ്ധ ആഞ്ചല മെരിച്ചിയുടെ ഈ വാക്കുകൾ ശ്രവിച്ചുകൊണ്ട് നമുക്ക് നിറവാരംഭിക്കാം. ജിക്കി ആലപിക്കുന്ന ഗാനമാണ് ആദ്യം.
സൃഷ്ടിപരമായ ചിന്ത വളർത്തിയെടുക്കുന്നതിനെക്കുറിച്ച് ബ്രദർ അനിൽ കെ സാമാണ് ഇന്ന് നമ്മോട് സംസാരിക്കുന്നത്. കാണാം തോട്ട്സ് ഫോർ ലൈഫ്. അഭിരാമമായ ജീവിതം സ്വായത്തമാക്കിയെടുക്കുവാൻ സർഗാത്മകത നമുക്കാവശ്യമാണ്. സർഗാത്മകത എന്ന് പറയുമ്പോൾ ക്രിയേറ്റീവ് തിങ്കിങ്, ക്രിയേറ്റിവിറ്റി, സൃഷ്ടിപരമായ ചിന്ത അല്ലെങ്കിൽ സർഗാത്മകമായ ചിന്തയുടെ വികസനത്തിലൂടെ മാത്രമേ ജീവിതം സുന്ദരമാക്കി മാറ്റുവാൻ നമുക്ക് കഴിയുകയുള്ളൂ. പുതുതായി ഒന്ന് കണ്ടെത്താനോ ഭാവനയിലൂടെ ആവിഷ്കരിക്കുവാനോ ഉള്ള കഴിവാണ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത്. ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സരത്തിൻ്റെ കഥ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലേ? ആ കഥയിൽ ആമയാണ് ജയിക്കുന്നത്. അതിൻ്റെ കാരണം മുയൽ ഉറങ്ങിപ്പോയതാണ്. മുയലിൻ്റെ അലസത കൊണ്ട് മുയലിന് ജയിക്കാനായില്ല. അപ്പോൾ മുയൽ അത് തിരിച്ചറിഞ്ഞപ്പോൾ മുയൽ പോയി ആമയെ ഒന്നും കൂടെ ഓട്ടത്തിന് വെല്ലുവിളിച്ചു. ചുണയുണ്ടെങ്കിൽ ഒന്നുകൂടെ നിനക്ക് എൻ്റെ കൂടെ ഓട്ടമത്സരത്തിന് വരാമോ? ആമയും മുയലും ഓട്ടമത്സരം ആരംഭിച്ചു. പക്ഷെ ആ ഓട്ടമത്സരത്തിൽ ജയിച്ചത് മുയലാണ്. കാരണം മുയലിന് മനസ്സിലായി ഇനി ഉറങ്ങിയാൽ പണി പാളും. ആമയ്ക്ക് വല്ലാത്ത സങ്കടമായി, സംഘർഷമായി. ആമ ഇങ്ങനെ ചിന്തിച്ചു, ദൈവമേ, നീ എന്തിനാണ് എന്നെ ഇങ്ങനെ സൃഷ്ടിച്ചിരിക്കുന്നത്? മുഖത്തൊരു വലിയ ഭാരവും പേറി ഇഴഞ്ഞു നടക്കാനാണോ എന്നെ സൃഷ്ടിക്കുന്നത്? മുയലിൻ്റെ വേഗത കണ്ടില്ലേ? അനേക മൃഗജാലങ്ങൾ വളരെ വേഗതയോട് ഓടി നടക്കുമ്പോൾ ഇഴഞ്ഞു നടക്കാൻ മാത്രം എന്തിനാണ് എനിക്കിങ്ങനെ ഒരു ജന്മം? ഇത് കണ്ട് ആ വനത്തിലുണ്ടായിരുന്നൊരു ദേവത ആമയുടെ ചെവിയിൽ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. ആമ ചെന്ന് മുയലിനെ ഓട്ടമത്സരത്തിന് വെല്ലുവിളിച്ചു. എടാ മുയലേ, ഒന്നുകൂടെ നിനക്ക് എൻ്റെ കൂടെ ഓട്ടമത്സരത്തിന് വരാമോ? ആമ മുയലിനെ വെല്ലുവിളിച്ച കാര്യം കാട് മുഴുവൻ അറിഞ്ഞു. ആമയുടെയും മുയലിൻ്റെയും ഓട്ടമത്സരം കാണാൻ മൃഗങ്ങളെല്ലാം എത്തിച്ചേർന്നു. ആമയും മുയലും ഓട്ടമത്സരം ആരംഭിച്ചു. പക്ഷെ ആ ഓട്ടമത്സരത്തിൽ മുയൽ വളരെ ശക്തിയോട് കൂടിയിട്ടും ജയിക്കാനായില്ല. ആമയാണ് ജയിച്ചത്. എന്താണ് കാരണം? നേരത്തെ ഓടിയിരുന്ന ട്രാക്ക് അവർ ഒന്ന് മാറി. പുതിയ ട്രാക്കിലൂടെയാണ് ഇപ്പോൾ അവർ ഓട്ടമത്സരം വെച്ചത്. എന്നാൽ ആ ട്രാക്കിൻ്റെ നടുവിലൂടെ ഒരു പുഴ ഒഴുകുന്നുണ്ടായിരുന്നു. പുഴയുടെ അപ്പുറത്തെ കരയിലാണ് ഡെസ്റ്റിനേഷൻ പോയിന്റ്, ഫിനിഷിംഗ് പോയിന്റ്. വളരെ വേഗം ഓടി വന്ന മുയൽ പുഴയുടെ തീരത്തെത്തി പുഴയിലിറങ്ങാൻ കഴിയാതെ പേടിച്ചരണ്ട് നിന്ന സമയത്ത് ഇഴഞ്ഞു വന്ന ആമ പുഴയിലിറങ്ങി വളരെ വേഗം നീന്തി ഡെസ്റ്റിനേഷൻ പോയിന്റിലെത്തി വിജയം വരിച്ചു എന്നാണ് ഈ കഥ. ഇത് സാങ്കല്പിക കഥയാണ്. എന്നാൽ ഇതൊരു വലിയ പാഠം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വ്യത്യസ്തമായ ചിന്ത, കളം മാറിയുള്ള ചിന്ത, അതാണ് സൃഷ്ടിപരമായ ചിന്ത. വ്യത്യസ്തമായി ചിന്തിച്ചപ്പോൾ, കളം മാറി ചിന്തിച്ചപ്പോൾ ആമയ്ക്കും ജയിക്കാനായി. മത്സര ലോകത്തിൽ നാം ജീവിക്കുമ്പോൾ തള്ളപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. ജയിച്ചു വരണമെങ്കിൽ ആരെയും കൊല്ലുകയോ താറടിച്ച് കാണിക്കുകയോ അല്ല വേണ്ടുന്നത്, അല്ലെങ്കിൽ ചവിട്ടി ഒതുക്കുകയല്ല വേണ്ടുന്നത്. അതിന് പകരം വ്യത്യസ്തമായി ചിന്തിക്കാൻ നമുക്ക് കഴിയണം. ക്രിയേറ്റീവ് തിങ്കിങ് ഡെവലപ്പ് ചെയ്തെടുക്കണം. മോസോ മുള എന്ന് പറയുന്ന ഒരു മുളയുണ്ട്. ഇത് നട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ 5 വർഷം ഒരില പോലും ഇതിന് പുറത്തു വരികയില്ല. എന്നാൽ 5 വർഷം കഴിയുമ്പോൾ ഒരു മാന്ത്രിക സസ്യം എന്ന രീതിയിൽ ഓരോ ദിവസവും 2.5 അടി ഉയരത്തിൽ ഈ മുള വളർന്നു വരുന്നതായി കാണാൻ കഴിയും. 5 വർഷത്തിന് ശേഷം 2.5 അടി ഉയരത്തിൽ ഈ മുള വളരുവാനുള്ള കാരണം കഴിഞ്ഞ 5 വർഷം ഇത് വളർത്തിയെടുത്ത മൈലുകളോളം നീളമുള്ള വേര് പടലങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ ചിന്ത രൂപപ്പെടുത്തി അത് ആവിഷ്കരിച്ചെടുക്കുക.
മോസോ മുളയെപ്പോലെ. പ്രതിസന്ധി ഘട്ടങ്ങളിൽ പകച്ചു നിൽക്കുകയല്ല, വേറിട്ട് ചിന്തിക്കുക, വ്യത്യസ്തമായി ചിന്തിക്കുക. ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ കഴിയും? എങ്ങനെ എനിക്കിതിനെ അതിജീവിക്കാൻ കഴിയും? ഈ വേറിട്ട ചിന്ത, വ്യത്യസ്തമായ ചിന്ത നമ്മുടെ ജീവിതത്തിൽ ശക്തിപ്പെടുത്തുമ്പോൾ, ബലപ്പെടുത്തുമ്പോൾ ജീവിതത്തിൻ്റെ വൈതരണികളെ അതിജീവിക്കാൻ നമുക്ക് കഴിയും. രവി എന്ന് പറയുന്ന ഒരു മനുഷ്യന് സുന്ദരിയായൊരു മകളുണ്ടായിരുന്നു. രവി ഒരു ബിസിനസ് തുടങ്ങാനായി ഒരു പലിശക്കാരൻ്റെ കയ്യിൽ നിന്നും പണം കടം വാങ്ങി. നല്ലൊരു എമൗണ്ടാണ് അദ്ദേഹം കടം വാങ്ങിയത്. പറഞ്ഞ സമയത്ത് രവിക്ക് ഈ പണം കൊടുത്തു തീർക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ വൃദ്ധനായ ഈ പലിശക്കാരൻ പറഞ്ഞു, രവി, നിനക്ക് പണം തരാൻ കഴിവില്ലെങ്കിൽ നീ ഒരു കാര്യം ചെയ്താൽ മതി. നിന്റെ സുന്ദരിയായ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തന്നാൽ മതി. വൃദ്ധനായ മനുഷ്യന് മകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നതിലും നല്ലത് തകർന്ന തരിപ്പണമായാലും കുഴപ്പമില്ല എന്ന് രവി ചിന്തിച്ചു നിൽക്കുമ്പോൾ ഈ പലിശക്കാരൻ രവിയോട് പറഞ്ഞു, നിന്നെ ഞാൻ തുറങ്കലിലടയ്ക്കും. ഒന്നുകിൽ നീ എൻ്റെ പണം തന്നു തീർക്കണം, അല്ലെങ്കിൽ നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചു തരണം. മനസ്സില്ലാ മനസ്സോടെ രവി ഇങ്ങനെ ചിന്തിച്ച് നിൽക്കുമ്പോൾ ഈ പലിശക്കാരൻ തന്നെ ഒരു തന്ത്രം രവിയുടെ മുമ്പിൽ വെച്ചു. ഞാൻ ഈ തോട്ടത്തിൽ നിന്നും 2 കല്ലുകൾ പുറത്തെടുക്കും, ഒരു വെളുത്ത കല്ലും ഒരു കറുത്ത കല്ലും. വെളുത്ത കല്ല് ഒരു സഞ്ചിയിലിടും, കറുത്ത കല്ല് അടുത്ത സഞ്ചിയിലിടും. നിന്റെ മകൾ വന്ന് ഒരു സഞ്ചി എടുക്കണം. എടുക്കുന്നത് കറുത്ത കല്ലാണെങ്കിൽ അവളെ ഞാൻ വിവാഹം കഴിക്കും, നീ എനിക്ക് നിന്റെ പണം തരികയും വേണ്ട. എന്നാൽ മകൾ എടുക്കുന്നത് വെളുത്ത കല്ലാണെങ്കിൽ നിന്റെ മകളെ എനിക്ക് വിവാഹം കഴിച്ചും തരണ്ട, നീ എനിക്ക് പണവും തരണ്ട. ഇതാണ് കണ്ടീഷൻ. രവി ഈ വ്യവസ്ഥ മകളെ അറിയിച്ചു. വ്യവസ്ഥ നടപ്പിലാക്കാനായിട്ട് മകളും രവിയും പലിശക്കാരൻ്റെ അടുക്കലെത്തി. പലിശക്കാരൻ തോട്ടത്തിൽ നിന്നും 2 കല്ലുകൾ എടുക്കുന്നത് രവിയുടെ മകൾ ശ്രദ്ധിച്ചു. ഈ പലിശക്കാരൻ എടുത്തത് 2ഉം കറുത്ത കല്ലുകളാണ്. അവിടെ ഏത് സഞ്ചി എടുത്താലും കറുത്ത കല്ലായിരിക്കും. അപ്പോൾ ഏത് സഞ്ചി എടുത്താലും ഞാൻ ഈ വൃദ്ധനായ പലിശക്കാരൻ്റെ മണവാട്ടിയായി തീരുമെന്നുള്ളത് ഈ പെൺകുട്ടി മനസ്സിലാക്കി. പെൺകുട്ടിയുടെ മനസ്സിൽ ചില ഉത്തരങ്ങൾ വന്നു. ഒന്നുകിൽ ഞാൻ ഈ മത്സരത്തിൽ നിന്ന് പിന്മാറണം, എനിക്ക് കഴിയില്ല എന്ന് പറയണം. അല്ലെങ്കിൽ ഈ 2 സഞ്ചിയും എടുത്തിട്ട് ഇത് 2ഉം ചതിച്ചിരിക്കുകയാണ്, ഇത് 2ഉം കറുത്ത കല്ലുകളാണെന്ന് പഠിച്ച് സമൂഹത്തെ ബോധ്യപ്പെടുത്തണം. അത് കഴിയത്തില്ല, ഒരു സഞ്ചി മാത്രമേ എടുക്കാൻ അനുവാദമുള്ളൂ. അല്ലെങ്കിൽ ഒരു സഞ്ചി എടുത്ത് അദ്ദേഹത്തിൻ്റെ ഭാര്യയായി ജീവിതകാലം അവസാനിപ്പിക്കുക, എൻ്റെ അപ്പനെ രക്ഷിക്കുക. ഈ 3 വഴികളാണ് ആ പെൺകുട്ടിയുടെ മനസ്സിൽ തെളിഞ്ഞു വന്നത്. എന്ത് ചെയ്യണം? അവൾ അവസാനം സഞ്ചി എടുക്കുവാൻ തീരുമാനിച്ചു. അവൾ വന്ന് ഒരു സഞ്ചി എടുത്തു. സഞ്ചിയിൽ നിന്നും കല്ല് പുറത്തെടുത്തു. പക്ഷേ കല്ല് പുറത്തെടുക്കുമ്പോൾ തന്നെ അവളുടെ കയ്യിൽ നിന്നും കല്ല് വഴുതി താഴേക്ക് പോകുന്നുള്ള പുറത്തേക്ക് ഇട്ടു. അപ്പോൾ പലിശക്കാരൻ, നീ എന്താ ചെയ്തത്? കല്ലെന്തിനാ പുറത്ത് കളഞ്ഞത്? ഒരു സഞ്ചി എടുക്കണമല്ലേ പറഞ്ഞത്? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ എടുത്ത കല്ല് എന്താണെന്ന് നീ തറയിൽ നിന്ന് കണ്ടെടുക്കാൻ, കറുത്താന്നോ വെളുത്താന്നോ കണ്ടെടുക്കാൻ ബുദ്ധിമുട്ടാണ്. ഒരു കാര്യം ചെയ്താൽ മതി, അടുത്തിരിക്കുന്ന സഞ്ചിയിലെ കല്ല് ഏതാണെന്ന് കണ്ടുപിടിച്ചാൽ അതിന് നേരെ അത് കറുത്തതാണെങ്കിൽ വെളുത്തതായിരിക്കുമല്ലോ ഞാൻ എടുത്തത്, അല്ലെങ്കിൽ അത് വെളുത്തതാണെങ്കിൽ കറുത്തതായിരിക്കുമല്ലോ ഞാൻ, അങ്ങനെ തീർച്ചപ്പെടുത്തിയാൽ പോരെ. ആ സഞ്ചി എടുത്ത് നോക്കിയപ്പോൾ കറുത്ത പലിശക്കാരനൊന്നും പറയാൻ പറ്റിയില്ല. അവളുടെ വ്യത്യസ്തമായ ബുദ്ധി, വ്യത്യസ്തമായ ചിന്ത, വേറിട്ട ചിന്ത വലിയൊരാശയക്കുഴപ്പത്തിൽ നിന്നും പിതാവിനെ രക്ഷിക്കുവാനും ആശയക്കുഴപ്പത്തിൽ നിന്ന് തനിക്ക് രക്ഷപ്പെടുവാനും അങ്ങനെ ജീവിതം ഭാസുരമാക്കുവാനും കഴിഞ്ഞു എന്നാണ് ഈ കഥ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രതിസന്ധി സാഹചര്യങ്ങളിൽ ഭയപ്പെടേണ്ട കാര്യമില്ല, ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കേണ്ട കാര്യമില്ല, ഒഴിഞ്ഞു മാറേണ്ട കാര്യമില്ല. വ്യത്യസ്തമായി ചിന്തിക്കുക, ഭാവനയിൽ ചിന്തിച്ച് അത് ആവിഷ്കരിച്ചെടുക്കുക. ശലോമോന്റെ മുമ്പിൽ 2 സ്ത്രീകൾ വരുന്നു. കഥ നിങ്ങൾക്കറിയാം. കുഞ്ഞിൻ്റെ അവകാശവുമായിട്ടാണ് ഈ 2 സ്ത്രീകളും ശലോമോന്റെ അടുക്കൽ എത്തിച്ചേരുന്നത്. കുഞ്ഞിൻ്റെ യഥാർത്ഥ അമ്മയെ കണ്ടുപിടിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായൊരു കാര്യമാണ്. എന്നാൽ തക്ക സമയത്തുള്ള ശലോമോന്റെ വേറിട്ട ചിന്ത, വ്യത്യസ്തമായ ചിന്ത, വിവേകത്തോടെയുള്ള ചിന്ത യഥാർത്ഥ മാതാവിനെ കണ്ടെത്തി ആ കുഞ്ഞിനെയും
മാതാവിനെയും രക്ഷപ്പെടുത്തുവാൻ ശലോമോൻ രാജാവിന് കഴിഞ്ഞു എന്നുള്ളത് വേദപുസ്തക ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നു. ഇതുപോലെ തന്നെ അതിസുന്ദരമായ മറ്റൊരു കഥയുണ്ട്. നമ്മുടെ ദാവീദിൻ്റെയും ഗോലിയാത്തിൻ്റെയും കഥയാണ്. ഗോലിയാത്തിനോട് യുദ്ധം ചെയ്യുവാൻ ദാവീദിന് പോകണം. ശൗൽ രാജാവ് പടച്ചട്ടയൊക്കെ ഊരി ദാവീദിന് കൊടുത്തു. പക്ഷെ ദാവീദ് ആ പടച്ചട്ടയൊക്കെ വലിച്ചു ദൂരെ കളഞ്ഞു. അങ്ങനെ യുദ്ധത്തിന് മുന്നോട്ട് പോകുമ്പോൾ ഗോലിയാത്ത് അലറി വിളിച്ചുകൊണ്ട് ദാവീദിനോട് ചോദിച്ചു, എടാ ദാവീദേ, യുദ്ധം ചെയ്യാൻ വരുമ്പോൾ യുദ്ധത്തിനൊരു ശാസ്ത്രമുണ്ട്, ഒരു യുദ്ധനീതിയുണ്ട്. യുദ്ധം ചെയ്യാൻ വരുമ്പോൾ യുദ്ധത്തിൽ വരുന്ന ആള് തലയിൽ ഹെൽമെറ്റ് വയ്ക്കണം. വേർ ഈസ് യുവർ ഹെൽമെറ്റ്? വേർ ഈസ് യുവർ ബ്രസ്റ്റ് പ്ലേറ്റ്? വേർ ഈസ് യുവർ ബെൽറ്റ്? വേർ ഈസ് യുവർ ബൂട്ട്സ്? വാളും കുന്തവും പരിചയമായി യുദ്ധത്തിന് പോകേണ്ട ദാവീദ് വാളുമേന്തി പരിചയം പിടിച്ച് യുദ്ധത്തിന് പോയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഗോലിയാത്ത് അവനെ കൊന്ന് ദൂരെ എറിഞ്ഞേനെ. എന്നാൽ കളമാറി ചിന്തിച്ചു, വ്യത്യസ്തമായി ചിന്തിച്ചു. വാളുകൊണ്ട് പോകേണ്ട ദാവീദ്, പരിചയം കൊണ്ട് പോകേണ്ട ദാവീദ് 5 കല്ലും കവണയുമായി യുദ്ധത്തിന് പോവുകയാണ്. തികച്ചും വ്യത്യസ്തമായ ഒരു യുദ്ധതന്ത്രം. വ്യത്യസ്തമായി ചിന്തിക്കൂ, ജീവിതത്തെ ഭാസുരമാക്കൂ. പുതിയ വീഡിയോയും അതിലെ ദൈവചിന്തയുമായി നിഷ ചേച്ചി റെഡിയാണ്. കാണാം പോസിറ്റീവ് വൈബ്സ്. പോസിറ്റീവ് വൈബ്സിലേക്ക് സ്വാഗതം. രാവിലെ ഒരു പുഞ്ചിരി മുഖത്തെടുത്തണിഞ്ഞ് പുറത്തിറങ്ങുന്ന നമ്മൾ വൈകുന്നേരം തിരികെ എത്തുമ്പോഴും അതേ പുഞ്ചിരിയുമായാണോ തിരികെ എത്താറ്? അതോ ആ പുഞ്ചിരി ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കളഞ്ഞു പോകാറുണ്ടോ? നമുക്ക് കാണാം ഒരു വീഡിയോ.
നമ്മുടെ മാനസികാവസ്ഥയും മുഖഭാവവും വാക്കുകളും ഒക്കെ നമ്മളുമായി ഇടപഴകുന്നവരുടെയും കണ്ടുമുട്ടുന്നവരുടെയും മനോനിലയെയും അവരുടെ ഒരു ദിവസത്തെ തന്നെയും എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് വ്യക്തമാക്കി തരുന്ന ഒരു വീഡിയോയാണ് നമ്മൾ കണ്ടത്. ഒരുപാട് സ്ട്രെസ് നിറഞ്ഞതാണ് ആധുനിക മനുഷ്യൻ്റെ ജീവിതം. ഉയർന്ന ഉത്തരവാദിത്വങ്ങളും ഒത്തിരി മത്സരവും ഉള്ള ഈ ജീവിതത്തിനിടയിൽ പിടിച്ചു നിൽക്കാനുള്ള തത്രപ്പാടിലാണ് ഇന്നത്തെ മനുഷ്യരെല്ലാം. തിരക്കു പിടിച്ച ഓട്ടങ്ങൾക്കിടയിൽ പുഞ്ചിരിക്കാൻ നമ്മൾ മറന്നുപോകുന്നു. വലിഞ്ഞു മുറുകിയ മസിലുകളും അപരിചിതത്വവും അഹങ്കാരവും ഒക്കെ നിറഞ്ഞു നിൽക്കുന്ന മുഖഭാവങ്ങളുമായി നമ്മൾ പരസ്പരം കണ്ടില്ല എന്ന് നടിച്ചുകൊണ്ട് മുൻപോട്ട് പോകുന്നു. പരസ്പരമുള്ള വിശ്വാസം കുറവായതുകൊണ്ട് ബസ്സിലോ ട്രെയിനിലോ ഒക്കെ ദീർഘദൂരം ഒരുമിച്ച് സഞ്ചരിച്ചാൽ പോലും പരിചയപ്പെടാനോ പുഞ്ചിരിക്കാനോ കഴിയാതെ നമ്മൾ വഴിപിരിയുന്നു. ആരെങ്കിലും ഒന്ന് പുഞ്ചിരിച്ചാലോ ഹസ്തദാനം നൽകിയാലോ തിരിച്ച് പ്രതികരിക്കുവാനും ഇന്ന് മടിയാണ്. കാരണം നമുക്കിന്ന് പരസ്പര വിശ്വാസം നഷ്ടപ്പെട്ടിരിക്കുന്നു. അപരിചിതരെ നമ്മൾ ഭയപ്പെടുന്നു. നമ്മുടെ തണുത്തു മരവിച്ച മുഖങ്ങളിലേക്ക് നോക്കി പുഞ്ചിരിക്കുന്ന ആരുടെയെങ്കിലുമൊക്കെ മുഖങ്ങൾ അറിയാതെ കോടിപ്പോകുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടതാണ്. ഇനി മുഖത്തൊരു പുഞ്ചിരിയുമായി ഇറങ്ങുന്നവരാണ് നമ്മളെങ്കിൽ ആ പുഞ്ചിരി പെട്ടെന്ന് വാടിപ്പോകുന്നുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. അത് വരുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിലെ ആനന്ദത്തിൽ നിന്നുമാണോ എന്നും നമ്മൾ ചിന്തിക്കണം. ഹൃദയത്തിൽ നിന്നും ഉണരുന്ന യഥാർത്ഥ പുഞ്ചിരിയാണെങ്കിൽ പെട്ടെന്ന് അത് വാടിപ്പോവുകയില്ല. മറിച്ച് അത് നമ്മുടെ മുഖമൂടിയാണെങ്കിൽ ചുറ്റുമുള്ള നെഗറ്റിവിറ്റിയിൽ അത് പെട്ടെന്ന് വാടുക തന്നെ ചെയ്യും. നമ്മുടെ പുഞ്ചിരികളെ പരിശോധിക്കാനും മറ്റുള്ളവരുടെ പുഞ്ചിരികളോട് പ്രതികരിക്കാനും നമുക്ക് സാധിക്കട്ടെ. വിശുദ്ധ ആഞ്ചല മെരിച്ചിയുടെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. പ്രത്യാശയും ദൈവത്തിൽ ഉറച്ച വിശ്വാസവും ഉള്ളവരായിരിക്കുക. എന്തെന്നാൽ എല്ലാ കാര്യങ്ങളിലും അവിടുന്ന് നിങ്ങളെ സഹായിക്കും. ഇന്നത്തെ നിറവ് ഇവിടെ അവസാനിക്കുന്നു. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ. അടുത്ത ദിവസം വീണ്ടും കാണുന്നത് വരെ പരസ്പരം പ്രാർത്ഥനയിൽ ഓർക്കാം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഓ സ്തിരൂപനാമീശോ